ഇനി ഇതിനെ കേൾക്കുന്ന ഇതിൻ്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഇന്ത്യ രാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, RSS നേതൃത്വം കൊടുക്കുന്ന നിലവിലുള്ള ഈ രാജ്യത്തെ ഭരണകൂടം ഓരോ മാസങ്ങൾക്കും ഓരോ പുതിയ ബില്ലുകൾ ഈ രാജ്യത്ത് പാസാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മുൻപിവിടെ സൂചിപ്പിച്ചതുപോലെ 2025 ഒരു പരിപൂർണ ബ്രാഹ്മണിക്കൽ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന സംഘപരിവാരം ഈ പുതിയ ബില്ലുകളിലൂടെ ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും എന്നുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യവുമെല്ലാം നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്ത് സംഘപരിവാരത്തിന് ഒരു ചരിത്രമുണ്ട്. അത് ഒറ്റുകൊടുക്കലിന്റെയും രാജ്യശത്രുക്കളോടൊപ്പം ചേർന്നതിന്റെയും കലാപങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും ചരിത്രം മാത്രമാണ്. എന്നതല്ലാതെ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളും നേതാക്കന്മാരും പറയുന്നത് പോലെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി RSSകാരന്റെ വീട്ടിലൊരു പട്ടി ചത്തുപോയ ചരിത്രം അവർക്ക് പറയാനില്ല. എന്ന് മാത്രമല്ല, വെള്ളക്കാരുടെ ചെരുപ്പ് നോക്കിയും മൂട് താങ്ങിയും വെള്ളക്കാർക്ക് ഒറ്റുകൊടുത്തും ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച RSSന് വെള്ളക്കാരന്റെ ബൂട്ടടി ശബ്ദം കേട്ടുകൊണ്ട് ഓടുന്നതിനിടയിൽ ഒരു പഴത്തൊലിയിൽ ചവിട്ടി വീണും ചത്തുപോയ ഒരാളുടെ പോലും ചരിത്രം ഈ രാജ്യത്ത് അവകാശപ്പെടാനില്ല. അങ്ങനെയുള്ള സംഘപരിവാരം ഈ രാജ്യത്തിന്റെ അധികാരം കൈയാളിക്കഴിഞ്ഞപ്പോൾ നിയമനിർമ്മാണങ്ങളിലൂടെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് കലാപങ്ങളിലൂടെ, അക്രമങ്ങളിലൂടെ ഈ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളെ സൃഷ്ടിച്ച സംഘപരിവാരം ഇവിടെ കലാപങ്ങളിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുസ്ലിമുകളുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് സംഘപരിവാരം. രാത്രിയുടെ മറവിൽ മുസ്ലിം ഗല്ലികളിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്ന് പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ വെട്ടിയും വെടിവെച്ചും തീ കൊളുത്തിയുമെല്ലാം കൊന്നുകളയുകയും ഇവിടെയുള്ള സഹോദരിമാരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തിട്ടുള്ള സംഘപരിവാരം. ഇതെല്ലാം അക്രമങ്ങളിലൂടെയും കലാപങ്ങളിലൂടെയും ഇരുളിന്റെ മറവിലുമൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ഈ രാജ്യത്ത് സംഘപരിവാരം അതിനുവേണ്ടി കിട്ടുന്ന നിയമനിർമ്മാണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ കലാപങ്ങളിലൂടെ മുസ്ലിമുകളെ കൂട്ടക്കശാപ്പ് ചെയ്ത സംഘപരിവാരം അവർക്ക് വേണ്ടിയിട്ട് അതാത് നാടുകളിലുള്ള നിയമപാലകരും നീതിപീഠങ്ങളും അതിനൊത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ പുതിയ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് മുസ്ലിമുകളുടെ പൗരാവകാശങ്ങൾ പരിപൂർണമായും നിഷേധിച്ച് ഏത് പട്ടാപ്പകലും ഏത് സമയത്തും ഏത് സന്ദർഭങ്ങളിലും ഈ രാജ്യത്ത് പൗരത്വം നഷ്ടപ്പെട്ടു പോയ ഒരു മുസ്ലിമിനെ കശാപ്പ് ചെയ്യാമെന്നും കൂട്ടക്കൊല ചെയ്യാമെന്നും ഇവിടുത്തെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു നിയമ സംവിധാനത്തിലേക്ക് സംഘപരിവാരം ഈ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അഥവാ ഇന്നലകളിൽ ഇരുളിന്റെ മറവിൽ ചെയ്തത് അവരിന്ന് പട്ടാപ്പകൽ ചെയ്യാൻ തുനിയുകയാണ്. ഇന്നലകളിൽ കലാപങ്ങളിലൂടെയും അക്രമങ്ങളിലൂടെയും നടത്തിയത് അവർ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ തുനിയുകയാണ്. നമുക്കറിയാം, ഈ രാജ്യത്തെ കലാപങ്ങളിലൂടെ ഒട്ടേറെ മുസ്ലിം വീടുകളും സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. കലാപാനന്തരം പട്ടിണിപ്പാവങ്ങളായ പാവപ്പെട്ട മുസ്ലിമുകളിൽ ഏറിക്കിടക്കാൻ ഒരു കിടക്കാടം പോലും ഇല്ലാത്ത അവരുടെ സ്ഥാപനങ്ങളും അവരുടെ കെട്ടിടങ്ങളും നശിപ്പിക്കപ്പെട്ടു പോയി. തെരുവുകളിൽ അന്തി ഉറങ്ങേണ്ടി വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ സംഘപരിവാരം ചെയ്തത് അക്രമങ്ങളിലൂടെയും കലാപങ്ങളിലൂടെയുമാണ് എങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് നാം കാണുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ രാത്രിയുടെ മറവിൽ മുസ്ലിം വീടുകളിലേക്ക് കടന്നു വന്ന്
ബുൾഡോസർ രാജെന്ന കരിനിയമത്തെ ഉപയോഗപ്പെടുത്തി കോടതികളെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ 200 കണക്കിന് വീടുകൾ തകർക്കാൻ നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു സംഘപരിവാർ. നമുക്കറിയാം, ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള എത്രയോ പള്ളികളാണ് സംഘപരിവാരം തങ്ങളുടേതായ കൈപ്പിടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എത്രയോ പള്ളികൾ ഇന്ന് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. എത്രയോ പള്ളികൾ തങ്ങളുടേതാണ് എന്നുള്ളതായ വാദഗതികളുമായി അവർ മുന്നോട്ട് വന്നുകൊണ്ടുമിരിക്കുന്നു. എന്ന് മാത്രമല്ല, രാത്രിയുടെ മറവിൽ മതിൽ ചാടി ഗേറ്റ് തകർത്ത് പള്ളിയുടെ വാതിൽ തകർത്ത് ഇമാമിൽ നിന്ന് നിസ്കരിക്കുന്ന മിഹ്റാബിലേക്ക് രാമവിഗ്രഹവും മറ്റ് ലിംഗങ്ങളുമെല്ലാം കൊണ്ടുവച്ച് ശേഷം ഇത് തങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കാൻ സംഘപരിവാരം ശ്രമിക്കുന്നുണ്ട് എങ്കിൽ ഇതൊക്കെയും അക്രമമാണ്, ഇതൊക്കെയും അനീതിയാണ്, ഇതൊക്കെയും ഇവിടുത്തെ നിയമവ്യവസ്ഥകൾക്കെതിരാണ്. പക്ഷേ ഇപ്പോഴിതാ ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നതിലൂടെ ഈ രാജ്യത്ത് പകൽ വെളിച്ചത്തിന് പാസാക്കിയെടുത്ത നിയമത്തിൻ്റെതായ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് പള്ളികൾ പിടിച്ചെടുക്കാൻ, മദ്രസകൾ പിടിച്ചെടുക്കാൻ, വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ സംഘപരിവാരം നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിനെയാണ് കൃത്യമായി നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്, ഇതിനെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ കാണുന്ന സ്ത്രീകളും കുട്ടികളും സഹോദരന്മാരും ഉൾപ്പെടെ ഈ കാണുന്ന പ്രതിഷേധ സമ്മേളന നഗരിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നതെങ്കിൽ നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളെ സാക്ഷി നിർത്തിക്കൊണ്ടൊരു കാര്യം പറയട്ടെ. നാം ഇന്ന് സമര രണാങ്കണത്തിലാണ്. നമുക്കൊരു ചരിത്രമുണ്ട്, നമുക്കൊരു പാരമ്പര്യമുണ്ട്. ഇന്ന് നമ്മിലേക്ക് പെയ്തിറങ്ങുന്ന ഈ മഴത്തുള്ളികളാണ് എങ്കിൽ സത്യത്തിന്റെ മാർഗത്തിൽ നാം അടിയുറച്ചു നിന്നാൽ ഒരുപക്ഷെ നാളെ നമുക്കിതുപോലെ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഈ രാജ്യം ഭരിക്കുന്നവരുടെ സംവിധാനങ്ങളിൽ നിന്നും നമുക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത് വെടിയുണ്ടകളും മാരകമായ ആയുധങ്ങളുമായേക്കാം. അവിടെ നമുക്ക് പ്രഖ്യാപിക്കുവാനുള്ളത് ഈ മഴത്തുള്ളികൾക്ക് പകരം ഞങ്ങളിലേക്ക് പെയ്തിറങ്ങുന്നത് വെടിക്കോപ്പുകളും ആയുധങ്ങളുമാണ് എങ്കിൽ മുന്നോട്ട് വെച്ച ഞങ്ങളുടെ കാലുകൾ ഏത് പിന്നോട്ട് വെക്കാൻ ഈ രാജ്യത്തെ മതേതരജനാധിപത്യ വിശ്വാസികൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ ഒരു സന്ദർഭത്തെ നാം ഓരോരുത്തരും ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്താണ് വഖഫ് എന്നും എന്താണ് വഖഫ് ഭേദഗതി കരിനിയമമെന്നും എനിക്ക് മുമ്പ് സംസാരിച്ച ഉദ്ഘാടക പ്രഭാഷകൻ ഉൾപ്പെടെ വളരെ കൃത്യമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി. കാരണം വഖഫിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ സമ്പത്ത്, മറ്റ് മതസ്ഥരുടെ സമ്പത്ത്, ഈ രാഷ്ട്രത്തിന്റെ സമ്പത്ത് പിടിച്ചെടുക്കാൻ മുസ്ലിമുകൾ നിർമ്മിച്ചെടുത്ത ഒരു ഭൂമാഫിയ കൊള്ള സംഘമാണ് എന്ന് വരുത്തി തീർക്കാൻ സംഘപരിവാരം ഒരുപാട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സഹോദരങ്ങളെ വഖഫ് എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ആരാധനകൾക്ക് വേണ്ടിയിട്ടോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ വിദ്യാഭ്യാസ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടോ തന്റെ സ്വത്തോ തന്റെ സമ്പത്തോ തന്റെ ഇഷ്ടത്തോടെ തനിക്ക് മാത്രം അവകാശപ്പെട്ടതിനെ പരിപൂർണമായും സമർപ്പിക്കുന്നതിന്, ദൈവത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നതിന്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി കൊടുക്കുന്നതിന് വഖഫ് എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഇസ്ലാമിൽ പുണ്യകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ഖുർആൻ പറയുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടേതായി നിൽക്കണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ സമ്പത്തിൽ നിന്നും നല്ലതിനെ നോക്കി അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തിട്ടല്ലാതെ, സമർപ്പിച്ചിട്ടല്ലാതെ, വഖഫ് നൽകിയിട്ടല്ലാതെ പരിപൂർണമായ പുണ്യം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം. വഖഫ് എന്ന് പറഞ്ഞാൽ കേവലം പള്ളികൾക്കും മദ്രസകൾക്കും ഖബർസ്ഥാനുകൾക്കും വേണ്ടിയിട്ട് മാത്രമല്ല. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഒരു മനുഷ്യൻ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കനാൽ നിർമ്മിച്ചു കൊടുത്താൽ, ഹദീസിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഒരാളൊരു തോട് കീറി കൊടുത്തു ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയിട്ട്, പൊതുജനത്തിന്റെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് കുളിക്കാനും അവർക്ക് കുടിക്കാനും
അവരുടെ നാൽക്കാലി മൃഗങ്ങളെ വളർത്തുവാനും വേണ്ടിയിട്ട് കനാൽ സംവിധാനം ഒരു മുസ്ലിം ഉണ്ടാക്കി കൊടുത്താൽ അത് വഖഫാണ്. അവൻ മരിച്ചു കഴിഞ്ഞാലും ഖിയാമത്ത് നാൾ വരെയും അവന്റെ ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓരോ തുള്ളി ജലത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടുമെന്നുള്ള വഖഫിന്റെ പരിശുദ്ധമായ ഒരു പ്രവർത്തനത്തെ പറ്റി പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിക്കുകയാണ്. ഒരാള് ഒരു കിണർ കുഴിച്ചു, പൊതുജനത്തിന് വേണ്ടി വഖഫ് ചെയ്തു. ഇവിടുത്തെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ഞാനിതാ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തിനു ശേഷവും കൊല്ലങ്ങളോളം അവന് പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനമാണത്. വീണ്ടും കാണാം, സഹർസൻ ഒരു മരം നട്ടു, ഒരാളൊരു തോട്ടമുണ്ടാക്കി, ആ തോട്ടത്തിന്റെ വരുമാനം പാവങ്ങൾക്ക് വേണ്ടി അയാൾ മാറ്റിവെച്ചു. അവന് മരണാനന്തരവും അത് പ്രതിഫലം കിട്ടുന്നതാണ്. ഈ ഹദീസിൽ 7 കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ അവസാന സന്ദർഭങ്ങളിലാണ് അവിടുന്ന് പള്ളിയുടെ കാര്യം പറയുന്നതെങ്കിൽ, മദ്രസയുടെ കാര്യം പറയുന്നതെങ്കിൽ, ഖുർആനിന്റെ കാര്യം പറയുന്നതെങ്കിൽ കേവലം മുസ്ലിമുകൾക്ക് തടിച്ചു കുറുക്കുവാനോ മുസ്ലിമുകളുടെ സമ്പത്തിന്റെ ആധിക്യം വർദ്ധിപ്പിക്കുവാനോ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സംഘപരിവാരം പറയുന്നത് പോലെയുള്ള ഒരു ഭൂമാഫിയ കൊള്ള സംഘമല്ല വഖഫും വഖഫ് ബോർഡും എന്നീ രാജ്യത്ത് പരിചയപ്പെടുത്തപ്പെടുന്ന ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് അവന്റെ വ്യക്തിപരമായ ഒരു സ്വത്ത്, ഒരാളുടെ കയ്യിൽ 50 ഏക്കർ സ്ഥലമുണ്ടോ എങ്കിൽ അത് അയാളുടെ സ്വത്താണ്. അയാൾക്ക് ഇഷ്ടമനുസരിച്ച് ക്രയവിക്രയം നടത്താം, അയാൾക്ക് ഇഷ്ടപ്പെട്ട വിലയിൽ അത് വിൽക്കാം, അയാൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെയൊക്കെ അത് ഉപയോഗിക്കാം. ഈ രാജ്യത്ത് അതിന് നിയമങ്ങളും സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ ഒരു വ്യക്തിയുടെ മാത്രമായ ഒരു 50 ഏക്കർ സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു സമ്പാദ്യത്തെ ആ വ്യക്തിയിൽ നിന്നും മാറ്റി പരിപൂർണമായും രാജ്യത്തിൻ്റെതാക്കി മാറ്റുന്ന, പൊതുജനത്തിൻ്റെതാക്കി മാറ്റുന്ന, പൊതുജനത്തിന് പ്രയോജനം കിട്ടുന്നതാക്കി മാറ്റുന്ന മഹത്തായ പ്രതിഫലാർഹമായ പുണ്യകരമായ ഒരു പ്രവർത്തനത്തിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ സ്വത്തിനെ പൊതുജനത്തിന്റെ സ്വത്താക്കി മാറ്റുന്ന മഹത്തായ ഒരു പ്രഖ്യാപനമാണ് വഖഫ്. ഇത്രയും പരിശുദ്ധമായ, ഇത്രയും പരിപാവനമായ, ഇത്രയും പ്രതിഫലാർഹമായ ഈ വഖഫ് എന്ന പ്രത്യയ ശാസ്ത്രത്തെയാണ് സംഘപരിവാരം മോശമായി ഇവിടെ ചിത്രീകരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ, RSSകാർ ഇവിടെ പറഞ്ഞു നടക്കുന്നത് പോലെ മോശമായ ഒരു പ്രവർത്തനമല്ല വഖഫ് എന്ന് പറയുന്നത്. RSSകാർ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ആരാന്റെ പറവിൽ രാത്രിയുടെ മറവിൽ ഒരു കറുത്ത കല്ല് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് പിന്നീട് എപ്പോഴെങ്കിലും പറമ്പ് കിളയ്ക്കുമ്പോൾ ആ കല്ല് പൊങ്ങി വന്നാൽ പൊങ്ങിയത് കല്ലല്ല, അത് ഞങ്ങളുടെ ദേവന്റെ ലിംഗമാണ് എന്ന് പറഞ്ഞ് നാണം കെട്ട മാറിയ കളി കളിക്കുന്നത് പോലെയല്ല വഖഫ് എന്ന പരിശുദ്ധമായ ഒരു പ്രവർത്തനമെന്ന് ഈ രാജ്യത്തെ നല്ലവരായ മതേതര ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കണം. ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ തൃശ്ശൂര് MP ഉണ്ടല്ലോ, പുള്ളിക്കാരന് ഒരുപക്ഷെ ചെറുപ്പകാലത്തിൽ തന്നെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ളവരുടെ ഉണ്ടാകും. കോരിത്തരിപ്പിക്കുന്ന ഡയലോഗുകളും ആക്ഷനുകളും രംഗങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടാകും. ഇപ്പോ എന്താണെന്നറിയില്ല, വർഗീയത തലക്ക് പിടിച്ചത് കൊണ്ട് സിനിമാ ലോകവും ചെവിക്ക് പിടിച്ചു പുറത്തു കളഞ്ഞേക്കുക. ഇപ്പൊ പാവത്തിന് സിനിമയൊന്നും കിട്ടുന്നില്ല. പക്ഷേ എങ്കിലും പഴയ ക്യാമറ കാണുമ്പോഴുള്ള അഭിനയിക്കണമെന്നുള്ള കൊതി ഇന്ന് വരെ തീർന്നിട്ടില്ല. നിങ്ങൾ നോക്കേ, എവിടെ ക്യാമറ കണ്ടാലും പുള്ളിയുടെ ഒരു ഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങും. ക്യാമറ കണ്ട പഴയ ഡയലോഗുകളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങും. അതിന് പാർലമെന്റിലാണെങ്കിൽ പോലും എവിടെയാണെങ്കിൽ എന്ന് പറഞ്ഞാലും ക്യാമറ കണ്ടാൽ പുള്ളിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഡയലോഗുകൾ വരും. വഖഫിനെ പറ്റിയിട്ട് അങ്ങനെ ഈ തൃശ്ശൂരിന്റെ ബഹുമാന്യനായ MP സുരേഷ് ഗോപി ഒരു കാര്യം പറയുകയുണ്ടായി. 4 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് 4 ആംഗലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ്? ഞാനതിന്റെ പേര് പറയാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല എന്ന്. മിസ്റ്റർ സുരേഷ് ഗോപി, നിങ്ങൾക്ക് പേര് പറയാൻ ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ, വഖഫ് എന്ന പൊതുജനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്റെ സ്വത്തുക്കൾ സമർപ്പിക്കുന്ന പരിശുദ്ധമായ ഒരു പ്രവർത്തനത്തെ പറ്റി പറയാൻ നിങ്ങളുടെ നാവിന് യോഗ്യതയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞെന്താ, ഇത്രയും കിരാതമായ ഒരു പ്രവർത്തനം ഈ രാജ്യത്ത് നടക്കുന്നുണ്ടോ?
4 ആംഗ്ലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ബോർഡിനെ പോലെ ഇത്രയും കിരാതമായ ഒരു പ്രവർത്തനം ഇവിടെ നടത്തപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. എന്നാൽ മിസ്റ്റർ സുരേഷ് ഗോപി, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന RSS എന്ന 3 ആംഗ്ലേയ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന വൃത്തികെട്ട വർഗീയ പ്രസ്ഥാനത്തെക്കാൾ എന്ത് കിരാതമായ പ്രവർത്തനമാണ് ഇന്ത്യ രാജ്യത്ത് തങ്ങൾക്ക് മറ്റൊന്ന് പറയാനുള്ളത്? ഈ നിലയിൽ വഖഫിനെ വളരെ മോശമായി പരിചയപ്പെടുത്തുക. സഹോദരങ്ങളെ, ഇപ്പൊ വഖഫ് ബോർഡിന്റെ വിവാദങ്ങളും മറ്റുമൊക്കെ വരുമ്പോ ഇവിടെ പലർക്കും തോന്നിപ്പോകും, ഇന്ത്യയിൽ മുസ്ലിമുകളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വഖഫ് ബോർഡ് കൊണ്ടുവന്നിരിക്കുക. വേറെ മതങ്ങളുമായി ബന്ധപ്പെട്ടൊന്നും ഇങ്ങനെ ഒരു വിവാദങ്ങൾ നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ ഉള്ളതാണോ? ഒരിക്കലുമല്ല. നമ്മൾ തിരിച്ചറിയണം, ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ മതത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ പേരിൽ സമർപ്പിച്ചിട്ടുള്ളതായ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ഹിന്ദു റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് എന്നൊരു നിയമമുണ്ട്. ഇവിടെ സിഖുകാരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഹരിദ്വാര പ്രബന്ധക കമ്മിറ്റിയുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ ചർച്ച് ബില്ലുകളും ആക്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഈ വഖഫ് ബോർഡ് എവിടെ നിന്ന് വന്നതാണ്? ഇവിടുത്തെ മുസ്ലിമുകൾ ഉണ്ടാക്കിയ ഒരു നിയമമല്ല, ഇവിടെ SDP ഉണ്ടാക്കിയ ഒരു നിയമമല്ല, മുസ്ലിം ലീഗോ ജമാഅത്ത് ഇസ്ലാമിയോ PDP ഉണ്ടാക്കിയ ഒരു നിയമമല്ല. നേരെ മറിച്ച് ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച സമ്പത്തുകൾ ഏത് നിലയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് 1863 റിലീജിയസ് എൻഡോവ്മെന്റ് ആക്ട് എന്നൊരു നിയമം ഇവിടെ കൊണ്ടുവന്നിരുന്നു. ശേഷം 913 വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്നൊരു നിയമത്തിലേക്ക് എത്തി. വീണ്ടും 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് ആക്ട് എന്നൊരു നിയമം കൊണ്ടുവന്നു. 3 കൊല്ലങ്ങൾക്ക് ശേഷം ഈ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി മുസൽമാൻ വഖഫ് ആക്ട് എന്നൊരു നിയമം. അതിനുശേഷം 1947 വിഭജനാനന്തരം ഒരുപാട് മുസ്ലിമുകൾ, ഒരുപാട് സമ്പന്നന്മാർ പാകിസ്ഥാനിലേക്ക് കുടിയേറി പാർത്തപ്പോൾ ഇവിടെ വിട്ടേച്ചിട്ട് പോയ ഈ സമ്പത്ത് എന്ത് ചെയ്യണം? അത് അന്യാധീനപ്പെട്ടു പോകും, ആർക്കും പ്രയോജനമില്ലാതെയായി പോകും. അത് ഈ രാജ്യത്തെ മുസ്ലിമുകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ജവഹർലാൽ നെഹ്റുവിനെ പോലെ, അബുൽ കലാം ആസാദിനെ പോലെയുള്ള രാജ്യത്തിന്റെ നേതാക്കന്മാർ ആലോചിക്കുകയും ആ സ്വത്തുക്കൾ മുഴുവനും വഖഫിലേക്ക്, വഖഫ് ബോർഡിലേക്ക് കൈമാറ്റാൻ തീരുമാനമെടുത്തു. അങ്ങനെ 984 യൂണിയൻ ഗവൺമെന്റ് വഖഫ് ആക്ട് കൊണ്ടുവരികയും ശേഷം 984 ഭേദഗതികൾ വരുത്തി അവസാനം 1995 നിലവിലുള്ള വഖഫ് ആക്ടുകൾ ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവരികയും ചെയ്തു. ഇതൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ വെള്ളക്കാരുടെ കാലഘട്ടം മുതൽ തന്നെ ഈ രാജ്യത്ത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വത്തുക്കൾ വിനിയോഗിക്കുന്നതിനായിട്ട് കൊണ്ടുവന്ന നിയമമാണ്, അല്ലാതെ മുസ്ലിമുകൾ കൊണ്ടുവന്നതല്ല. എന്ന് മാത്രമല്ല, വഖഫിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ കുപ്രചരണം നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കണം. പാർലമെന്റിൽ പോലും ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുകയുണ്ടായി. എന്താണ് ഇവിടെ പറയുന്നത്? ഇന്ത്യയുടെ ഭൂസ്വത്തിൽ, ഇന്ത്യ രാജ്യത്ത് റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രതിരോധ വകുപ്പ് കഴിഞ്ഞാൽ ഭൂസ്വത്തിന്റെ കാര്യത്തിൽ 3ാം സ്ഥാനത്ത് ഇവിടുത്തെ വഖഫ് ബോർഡാണ്. കേൾക്കുമ്പോ തന്നെ, ഇങ്ങനൊരു കാര്യം അറിയുമ്പോ തന്നെ എല്ലാവരും ചിന്തിച്ചു പോകില്ലേ, ഒരു മതത്തിന് ഇത്രയേറെ സ്വത്തുക്കളോ? ഏകദേശം 8.7 ലക്ഷം വഖഫുകളിൽ നിന്നായി 9.4 ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫിന്റെ സ്വത്തായി രാജ്യത്ത് കൃത്യമായ നിലയിൽ അറിയിക്കപ്പെടുന്നത്. ഇന്ത്യ രാജ്യം മുഴുവനുമായി 9.4 ലക്ഷം ഏക്കർ ഭൂമി. ഇത് ആഭ്യന്തര മന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും കഴിഞ്ഞാൽ ഇന്ത്യയിൽ 3ാമത്തെ സ്വത്ത് വഖഫ് ബോർഡിനാണെന്നാണ് പറയുന്നത്. എന്നാൽ വസ്തുതകൾ എന്താ? ഞാൻ അറിഞ്ഞത് പ്രകാരം പാർലമെന്റിൽ നടന്ന വാഗ്വാദത്തിൽ
ബഹുമാന്യരായ കപിൽ സിബലിനെ പോലെയുള്ളതായ ആളുകൾ പോലും അവിടെ കൃത്യമായ കണക്കുകൾ നിരത്തുകയുണ്ടായി. ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ സമാദരണീയനായ അധ്യക്ഷൻ മൗലാന ഖാലിദ് സൈഫുല്ലാ റഹ്മാനി അദ്ദേഹം പോലും പറയുകയുണ്ടായി, തമിഴ്നാട്ടിൽ മാത്രം, തമിഴ്നാട്ടിലെ ഹിന്ദു എൻഡോവ്മെന്റിന്റെ കണക്ക് പ്രകാരം 4,78,000 ഏക്കർ ഭൂമിയുണ്ട്. തമിഴ്നാട്ടിൽ മാത്രം 4,78,000 ഏക്കർ ഭൂമിയുണ്ട്. ആന്ധ്രാപ്രദേശിൽ 4,68,000 ഏക്കർ ഭൂമിയുണ്ട്. ഇങ്ങനെ 2 സംസ്ഥാനങ്ങളിൽ മാത്രം എടുക്കുമ്പോൾ 9.4 ലക്ഷം ഏക്കർ ഭൂമിയായി എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യം മുഴുവനുമുള്ള വഖഫ് സ്വത്തിനേക്കാളും വഖഫിന്റെ ഭൂമിയെക്കാളും ഇന്ത്യ രാജ്യത്ത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ സ്വത്ത് 2 സംസ്ഥാനങ്ങളിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ എത്തിച്ചേർന്നു എന്ന് പറയുമ്പോൾ വഖഫിനെ പറ്റിയിട്ടുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ നമുക്കറിയാലോ, ഇവിടെ സംഘപരിവാരത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് വഖഫ് നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്കിവിടെ പരിപൂർണ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചു പോയ ദൈവത്തിന്റെ കുഞ്ഞാടുകളാകേണ്ടുന്നതിന് പകരം സംഘപരിവാരത്തിന്റെ മുട്ടനാടുകളാകാൻ വിധിക്കപ്പെട്ട ഇവിടുത്തെ ക്രൈസ്തവ സഭകളുണ്ടല്ലോ, അവരിന്ന് സംഘപരിവാരത്തിനോടൊപ്പമാണ്. വഖഫ് ഭേദഗതി നിയമം പാസാക്കപ്പെട്ടപ്പോൾ അവരുടെ ക്യാമ്പുകളിൽ പടക്കം പൊട്ടിക്കുകയാണ്. വഖഫ് നിയമങ്ങൾ പാസാക്കപ്പെട്ടപ്പോൾ അവർ മധുരം വിതരണം ചെയ്യുകയാണ്. തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നവർ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷേ ഇപ്പോൾ അവർ മനസ്സിലാക്കി. കാരണം വഖഫ് നിയമം പാസാക്കപ്പെട്ട് തൊട്ടടുത്ത ദിവസം RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് ലേഖനങ്ങൾ വരികയാണ്. ഇന്ത്യ രാജ്യത്ത് വഖഫ് ബോർഡിനേക്കാൾ സമ്പത്തുള്ളത് ക്രൈസ്തവ സഭകൾക്കാണ്. 100 കൊല്ലം 180 കൊല്ലം പട്ടക്കരാർ അനുസരിച്ച് വെള്ളക്കാർ ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്ക് ഒരുപാട് സ്വത്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ആ കരാർ തിരിച്ചു കഴിഞ്ഞതുകൊണ്ട് കേന്ദ്ര സർക്കാരുകൾ അത് പിടിച്ചെടുക്കണം. ആരാ പറയുന്നത്? ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ഏതൊരു RSSനെ വിശ്വസിച്ചോ ആ RSSന്റെ മുഖപത്രമാണ് പറയുന്നത്. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഈ നിയമത്തിന്റെ അപകടങ്ങളെ പറ്റിയിട്ട്, ഈ നിയമത്തിന്റെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് എനിക്ക് മുമ്പ് ഇവിടെ കൃത്യമായി സൂചിപ്പിക്കുകയുണ്ടായി. എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നത്? ഉമ്മീദ് എന്നാണ് ഈ നിയമത്തിന്റെ പേര്. പ്രത്യാശ, പ്രതീക്ഷ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഈ നിയമം എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഈ നിയമം എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി പറഞ്ഞു എന്താണെന്നറിയോ? വഖഫ് സ്വത്തുക്കളൊക്കെ കൃത്യമായ നിലയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ചെറുപ്പക്കാർക്ക് പഞ്ചറൊട്ടിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നത്രേ. നമ്മളൊന്ന് നോക്കേ, ഇതാരായി പറയുന്നേ? വഖഫ് സ്വത്തുക്കളൊക്കെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് പഞ്ചറൊട്ടിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നത്രേ. സ്കൂളിൽ പോലും പോകാതെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ ചായക്കച്ചവടം ചെയ്ത് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ പറയാണ് മുസ്ലിം ചെറുപ്പക്കാരുടെ ഒരു ദുരവസ്ഥയെ പറ്റിയിട്ട്. ഞങ്ങൾക്ക് തിരിച്ചു പറയാനുള്ളത്, RSSന്റെ പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകൾക്ക് ചായക്കച്ചവടം ചെയ്ത് ജീവിക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. അവരാണ് ഇന്ത്യയിലെ മുസ്ലിമുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കാര്യം തിരിച്ചറിയണം. അങ്ങനെയാണ് എങ്കിൽ വിനീതൻ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ആ തിരുവനന്തപുരം ജില്ലയിൽ ഒരാരാധനാലയമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരാരാധനാലയം. അതിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെന്നല്ല, ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യമുള്ള ആരാധനാലയം. 6 അറകളാണ് അവിടെയുള്ളത്. 5 അറകൾ തുറക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാനുള്ള സമ്പത്ത് അതിന്റെ ഉള്ളിലുണ്ട്. ഏറ്റവും വലിയ നിലവറയായ ബി നിലവറ ഇന്ന് വരെയും തുറന്നിട്ടില്ല. ഇതുവരെയും എടുത്ത കണക്കുകൾ പ്രകാരം കണക്കെടുത്ത സർവേ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 800 കിലോയോളം സ്വർണ്ണ നാണയങ്ങൾ അവിടെയുണ്ട്. 1ഉം 2ഉം അല്ല, 800 കിലോ തനിത്തങ്കം സ്വർണ്ണ നാണയങ്ങൾ അവിടെയുണ്ട്.
അതിൽ ഒരു സ്വർണ്ണ നാണയത്തിന് 2.25 കോടിയോളം വില വരും. അതൊന്ന് ചിന്തിക്കണം, ഒന്ന് കണക്കൂട്ടി നോക്കണേ. ഒരു സ്വർണ്ണ നാണയത്തിന് 2.25 കോടി വില വരുമെങ്കിൽ അങ്ങനെ 800 കിലോ സ്വർണ്ണ നാണയങ്ങൾ മാത്രം. സ്വർണ്ണ അങ്കികൾ വേറെ, സ്വർണ്ണ സിംഹാസനങ്ങൾ വേറെ, മാലകൾ വേറെ, സ്വർണ്ണ ചങ്ങലകൾ വേറെ, ഒരു മനുഷ്യന്റെ തള്ളവിരലിന്റെ വലിപ്പമുള്ളതായ വജ്രങ്ങൾ എത്രയോ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാ. അങ്ങനെ കോടിക്കണക്ക് വരുന്നതായ സമ്പത്ത് ഇവിടെയുണ്ട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടുത്തെ ബഹുമാനനായ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ദേവസ്വം ബോർഡിനോ അല്ലെങ്കിൽ ഇവിടുത്തെ RSSകാരനോ ഹൈന്ദവ സമൂഹത്തിന് വേണ്ടി മുസ്ലിമുകൾക്ക് അതിൽ നിന്ന് ചില്ലിക്കാശ് പോലും വേണ്ട. ഇവിടുത്തെ ഹൈന്ദവർക്ക് വേണ്ടി കേട്ട് കോടാനുകോടിയോളം പൂട്ടിവെക്കപ്പെട്ടിരിക്കുന്ന സ്വർണത്തിൽ നിന്ന് അല്പമെങ്കിലും ഇന്ന് വരെ എടുത്ത് രാജ്യത്തിന് വേണ്ടി ഒന്ന് ചെലവഴിക്കാൻ പറ്റിയിട്ടുണ്ടോ? അതിനുപോലും പറ്റിയിട്ടില്ലാത്തവരാ വഖഫ് സ്വത്തിലേക്ക് കണ്ണും നട്ടുകൊണ്ട് കുറുക്കനെ പോലെ ഒളിച്ചു വന്നിരിക്കുന്നത്. ഈ സ്വത്തൊക്കെ ആരുടേതാ? ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് ആരുടേതാ? ഈ രാജ്യത്തിന്റെ സ്വത്താണ്. ഇവിടുത്തെ ജനങ്ങൾ കൊടുത്ത നികുതി പണം, ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളതായ ചുങ്കപ്പണം, ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് പിടിച്ചിട്ടുള്ളതായ കരം, ഈ സമ്പത്ത് മുഴുവനും ഒരു സുപ്രഭാതത്തിൽ മഹാരാജാവ് തിരുമനസ് ശ്രീപത്മനാഭന്റെ കാൽപാദത്തിൽ അദ്ദേഹം തന്റെ ദാനമായി കൊടുക്കുകയായിരുന്നു, വഖഫ് ചെയ്യുകയായിരുന്നു. അത് ഉപയോഗപ്പെടുത്താൻ ഹൈന്ദവ ധർമ്മം അനുസരിച്ച് വകുപ്പില്ലാത്തവരെ. നമ്മൾ ആ മതത്തിന്റെ വിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുന്നു. പക്ഷേ മുസ്ലിമുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോ ഇവിടെ പ്രധാനമന്ത്രി പറയുന്നത് എന്താ? ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്ന്. ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി എന്റെ സഹോദരിമാർ കൂടി കേൾക്കണം. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുസ്ലിം സ്ത്രീകളോട് വല്ലാത്ത സ്നേഹമാണ്. ഈ സ്നേഹം ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 1982-83 കാലഘട്ടങ്ങളിൽ ആസാമിലെ നെല്ലയിൽ ഉൾപ്പെടെ കലാപങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകളെയും കുട്ടികളെയും ബലാത്സംഗം ചെയ്തു കൊന്നിട്ട് കുത്തിയെടുക്കുന്നതായ ബ്രഹ്മപുത്രയിലേക്ക് വലിച്ചെറിഞ്ഞ സംഘപരിവാരം 1992 ഇന്നലകളിൽ ബോംബെയിലും സൂറത്തിലും മീറത്തിലും കലാപങ്ങൾ ഉണ്ടാക്കി മുസ്ലിമുകൾ തിങ്ങി താമസിക്കുന്നതായ ചെറ്റക്കൂരകളിലേക്ക് കടന്നു വന്ന് മുസ്ലിം പെണ്ണുങ്ങളെ അതിൽ നിന്നും പിടിച്ചിറക്കി വലിച്ചിറച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അത് ക്യാമറകളിൽ പകർത്തിയിട്ട് ഏമാന്മാരുടെ കാവിക്കോട്ടകളിൽ ആ രംഗങ്ങൾ ടിവിയിലിട്ട് കണ്ട് കൈയടിച്ചു പൊട്ടിച്ചിരിച്ച സംഘപരിവാരം 2002 ഇന്നലകളിൽ ഗുജറാത്തില്, ബരോഡാപാട്ടയില്, അഹമ്മദാബാദില് പരിപൂർണ ഗർഭിണിയായ സ്ത്രീകളെ പോലും വെറുതെ വിടാതെ അവളെ ഒരു ചുവരിനോട് ചേർത്ത് നിർത്തി ബലാത്സംഗം ചെയ്ത് നിറവയറുമായി നിൽക്കുന്ന അവളുടെ അടിവയറു കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ തീയിലിട്ട് കരിച്ചരിച്ചു കൊല്ലാൻ ബാബു ബജറംഗിമാരെ പറഞ്ഞു വിട്ട സംഘപരിവാരം മുസഫർ നഗറിലും ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും 10,000-കണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്ത സംഘപരിവാരം ഇപ്പോഴവർക്ക് മുസ്ലിം സ്ത്രീകളോട് വല്ലാത്ത സ്നേഹമാണ്. വഖഫ് ബോർഡിൽ സ്ത്രീ പ്രാതിനിധ്യമില്ലാത്ര ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും വഖഫ് ബോർഡിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് എന്ന റിപ്പോർട്ട് വന്നു. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടില്, അതുപോലെ ജമ്മു കാശ്മീരില്, അതുപോലെ പഞ്ചാബിലൊക്കെ തന്നെ വഖഫ് ബോർഡിന്റെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു കള്ളത്തരം പറഞ്ഞിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു നിയമം. പിന്നെന്താ പറയുന്നേ? മതേതരത്വത്തിന് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്ന്. ആരാ? RSSകാരൻ പറയാ, ഞങ്ങൾക്ക് ഭരണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും ജനാധിപത്യവും വെട്ടിമുറിച്ചു മാറ്റുമെന്ന് പ്രഖ്യാപിച്ച സംഘപരിവാരത്തിന് മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വഖഫ് ബോർഡിൽ മാറ്റങ്ങൾ വരണം. അതുകൊണ്ട് കേന്ദ്ര വഖഫ് സെൻട്രൽ കൗൺസിലായാലും അതേപോലെ തന്നെ സംസ്ഥാന വഖഫ് ബോർഡിലായാലും അമുസ്ലിം പ്രാതിനിധ്യം വേണമത്രേ. 24 പേര് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിൽ 8 പേർ നിർബന്ധമായും അമുസ്ലിമുകളായിരിക്കണം. എന്നാലേ മതേതരത്വം ഉണ്ടാവൂ. എന്നാലൊന്ന് ചോദിക്കട്ടെ, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSS നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ മന്ത്രിസഭയിൽ മതേതരത്വത്തിന് വേണ്ടി എത്ര മുസ്ലിമുകൾ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഒരു മുസ്ലിം പോലും നിലവിലെ ഇന്ത്യൻ ഭരണകൂടത്തിലില്ല.
ഭരണ സംവിധാനത്തിലില്ല. പക്ഷേ അവർക്ക് മതേതരത്വം വരണമെങ്കിൽ വഖഫ് ബോർഡിൽ അമുസ്ലിമുകൾ വേണം. നമ്മളൊന്നറിയണം സഹോദരങ്ങളെ, ആരാധനകൾ അതാത് മതങ്ങളിലുള്ളവരാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ മതേതരത്വത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റിയിൽ ഇവിടുത്തെ ആലിമീങ്ങളെ ഉൾപ്പെടുത്തുവോ? ഇവിടുത്തെ ഹാജിയാക്കന്മാരെ ഉൾപ്പെടുത്തുവോ? ഇവിടുത്തെ ക്രൈസ്തവ സഭകളുടെ കമ്മിറ്റിയിൽ ഏതെങ്കിലും അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുവോ? കോടതി പോലും ചോദിക്കുകയുണ്ടായല്ലോ, ഇവിടെ വലിയ വലിയ ക്ഷേത്ര ട്രസ്റ്റുകളുണ്ട്, അതിൽ ഹിന്ദുക്കളല്ലാത്തവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? കാരണം എന്താ? ഓരോ മതങ്ങൾക്കും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ പവിത്രതയോടെ അതേ ബഹുമാനത്തോടെ അത് കൈകാര്യം ചെയ്യാൻ അതാത് മതവിശ്വാസികൾക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യമാകുന്നത്. അതുകൊണ്ട് മതത്തിന്റെ ആചാരങ്ങൾ, മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ, മതത്തിന്റെ സമ്പാദ്യങ്ങൾ അതാത് മതത്തിൽപ്പെട്ടവർ കൈകാര്യം ചെയ്യട്ടെ എന്നതുപോലെ തന്നെ വഖഫ് ചെയ്യലും വഖഫ് കൈകാര്യം ചെയ്യലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇബാദത്ത് തന്നെയാണ്. അത് മുസ്ലിമുകൾ കൈകാര്യം ചെയ്യട്ടെ. എന്തിനാണ് രണ്ട് അമുസ്ലിമുകൾ വരുമ്പോ നിങ്ങൾക്ക് ഇത്ര അസഹിഷ്ണുത എന്താ എന്നൊക്കെ പലരും ചോദിക്കും. നമ്മൾ നോക്കിയേ, ഇവിടെ അമുസ്ലിമുകളെ കൊണ്ടുവരാൻ നിയമം പാസാക്കിയത് ആരാ? സംഘപരിവാരമാണ്, RSS ആണ്. വേറെ ആരാണെങ്കിലും നമുക്കൊന്ന് ആലോചിക്കാമായിരുന്നു. RSS കൊണ്ടുവരുന്ന അവരുടെ പ്രതിനിധികളായിരിക്കും കൃത്യമായും RSSന് പണിയെടുക്കുന്ന, വർഗീയത കൊണ്ട് കൂറുതെളിയിക്കുന്ന, വഖഫ് ബോർഡിനെ നശിപ്പിച്ചു കളയുന്ന, ഇന്ത്യയിലെ മുസ്ലിമുകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരാളെ തന്നെയായിരിക്കും RSS അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ നേതൃത്വത്തിലുള്ള ഈ ഭേദഗതി അംഗീകരിക്കില്ല എന്ന് ഇന്ത്യയിലെ മുസ്ലിമുകളും അതുപോലെ തന്നെ ഇവിടുത്തെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസികളും പറയുന്നു. എന്ന് മാത്രമല്ല, വഖഫ് ബോർഡിന്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പുറത്തിയിട്ട് ഇനിയിപ്പോ അധികാരം മുഴുവനും വഖഫ് ബോർഡിനോ ട്രൈബ്യൂണലിനോ അല്ല, അത് അതാത് ജില്ലകളിലെ കളക്ടർമാർക്ക് കൊടുക്കുക. ഇത് പറയുമ്പോ നിയമങ്ങളെ നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. എന്ന് മാത്രമല്ല, മറ്റു ചില ഭേദഗതികളുണ്ട്. ഏതെങ്കിലും ഒരു വഖഫ് സ്വത്തിൽ എന്തെങ്കിലും ഒരു തർക്കം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ തർക്കഭൂമിയാണ്. ഈ തർക്കഭൂമിയുടെ കാര്യത്തിൽ തീരുമാനം വരേണ്ടത് അവിടുത്തെ കളക്ടറിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിൽ നിന്നുമാണ്. അങ്ങനെ എന്തെങ്കിലും തർക്കം വന്നാൽ തർക്കം പരിഹരിക്കുന്നതുവരെയും ആ തർക്കഭൂമി വഖഫ് സ്വത്തായിരിക്കില്ല, അത് ഗവൺമെന്റിന്റെ ഭൂമിയായിരിക്കും. എന്നാണ് ഈ തർക്കം തീർപ്പാക്കേണ്ടുന്നത്. നേരത്തേക്ക് അതിന് ഇത്ര മാസം ഒരു കാലാവധി ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ കാലാവധി ഒന്നുമില്ല. എത്ര നാള് വേണേലും നീട്ടിക്കൊണ്ടുപോകാം. അത്രയും കാലം ഈ സ്വത്ത് ഗവൺമെന്റിന്റേതായിരിക്കും, അഥവാ RSSന്റേതായിരിക്കും. നമ്മൾ അറിയേണ്ടുന്നത്, നമ്മുടെ ഇവിടുത്തെ പള്ളി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി ഖബർസ്ഥാന് വേണ്ടി ഒരു 50 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. വഖഫ് ബോർഡിൽ ചെന്നപ്പോൾ അതിൽ 5 സെന്റ് സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു തർക്കമുണ്ട് പുതിയ നിയമപ്രകാരം. എങ്കിൽ ആ 50 സെന്റ് സ്ഥലവും തർക്കഭൂമിയായി. അത് പ്രകാരം തീരുമാനമെടുക്കേണ്ടത് കളക്ടറാണ്. അപ്പോ കളക്ടറിന്റെ ഉത്തരവ് വരുന്നു, 50 സെന്റ് സ്ഥലവും ഇനി ഗവൺമെന്റിന്റേതാണ് എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളായി ഖബറടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന 50 സെന്റ് സ്ഥലം ഇനി ഖബർസ്ഥാനല്ല, അത് ഗവൺമെന്റിന്റേതാണ്. ഇതെന്ന് തീരുമാനമാകും നമുക്കറിയാലോ. തീരുമാനമാകുന്നത് വരെയും ഗവൺമെന്റിന്റേതാ, ഗവൺമെന്റിന് അത് ഉപയോഗിക്കാം. ഒരുപക്ഷെ ഖബർസ്ഥാന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ മാറ്റിവെച്ചതായ 50 സെന്റ് സ്ഥലം ഒരുപക്ഷെ നാളെ RSSന് എഴുതി കൊടുത്തേക്കാം, മദ്യനിർമ്മാണശാലകൾക്ക് വേണ്ടി ഉപയോഗിച്ചേക്കാം, മറ്റു ഹോട്ടൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് വേണ്ടി എഴുതി കൊടുത്തേക്കാം. പുതിയ നിയമപ്രകാരം മുമ്പ് ഇവിടെ ലത്തീഫ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇനിയിപ്പോ 6 മാസത്തിനുള്ളിൽ റീ രജിസ്ട്രേഷൻ നടത്തണം. ഇന്ത്യയിൽ നിലവിൽ ഇതുവരെയും 3 നിലയിലാണ് വഖഫുകൾ ഉണ്ടായിരുന്നത്. ഒന്ന്, വഖഫ് നാമ പ്രകാരം കൃത്യമായ രജിസ്ട്രേഷനോട് കൂടിയിട്ട്. രണ്ടാമത്തേത് വഖഫ് ബൈ ഓറൽ, വാക്കാലുള്ള വഖഫ്, അതിനെ പറ്റിയൊക്കെ മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു. മൂന്നാമത്തേത് വഖഫ് ബൈ യൂസർ. പുതിയ നിയമപ്രകാരം വഖഫ് ബൈ ഓറൽ അഥവാ വാക്കാലുള്ള വഖഫിന് നടക്കൂല.
പിന്നെ വഖഫ് ബൈ യൂസർ ഉണ്ട്. കൊല്ലങ്ങളായി മുസ്ലിമുകൾ ആരാധനകൾക്ക് വേണ്ടി ഉപയോഗിച്ചു വന്ന പ്രദേശങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുൻഗാമികളായ രാജാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ രാജാക്കന്മാർ മുസ്ലിമുകൾക്ക് വേണ്ടി ആരാധനകൾക്ക് വിട്ടുകൊടുത്ത സ്ഥലം ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നുമല്ലല്ലോ, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും വിട്ടുകൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങൾ നമുക്കറിയാലോ. നമ്മുടെ ഇവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിന് ഏക്കർ കണക്കിന് സ്ഥലം ചാവക്കാട് അഹമ്മദ് ഹാജിയിൽ നിന്നും ക്ഷേത്രത്തിന് വേണ്ടി വിട്ടുകൊടുത്തത് ആരാ? ബഹുമാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി ആയിരുന്നു. അതിന്റെ രേഖകൾ ഇന്നുണ്ട്. മഹാനായ ഔറംഗസീബ് ആലംഗീരി ഇന്ത്യ രാജ്യത്ത് 90-ലധികം ക്ഷേത്രങ്ങൾക്ക് വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവരായ രാജാക്കന്മാർ മുസ്ലിമുകൾക്കും സ്ഥലം തന്നിട്ടുണ്ട്. ചേരമാൻ പെരുമാൾ ക്ഷേത്രം, മഹാനായ ചേരമാൻ പെരുമാൾ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മുടെ വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനും ആ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുവാനുമുള്ള ശ്രമം നമ്മളൊന്നറിയാം. വഖഫ് സ്വത്തുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനത്തോടു കൂടി തന്നെയാ പറയുന്നത്. കാരണം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കോടാനുകോടി സമ്പത്ത്, അവിടുത്തെ ബി നിലവറ ഇന്ന് വരെ തുറന്നിട്ടില്ല. ആ ബി നിലവറയുടെ കവാടത്തിന്റെ മുന്നിൽ ഒരു നാഗന്റെ ചിത്രമുണ്ട്. അപ്പോ ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഹൈന്ദവ വിശ്വാസ പ്രകാരം അത് തുറക്കാൻ പാടില്ലാത്രേ. അതിനുള്ളിൽ വലിയ വിഷസർപ്പങ്ങളുണ്ട്. അത് തുറന്നാൽ അനിഷ്ടങ്ങൾ ഒരുപാട് സംഭവിക്കും. ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന ഇവിടെ സമരം നടത്തി അതൊന്നും ഇവിടെ പറ്റൂല, തുറക്കണമെന്ന് പറഞ്ഞിട്ട്, ഹൈന്ദവരുടെ വിശ്വാസം അതാണെങ്കിൽ, ഹൈന്ദവരുടെ ആചാരം അതാണെങ്കിൽ അവിടെ നടന്നോട്ടെ. പക്ഷേ മുസ്ലിമുകളുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം എന്തുകൊണ്ടത് പറ്റുന്നില്ല? മുൻഗാമികളായ മുസ്ലിം രാജാക്കന്മാർ ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് വേണ്ടി തന്നിട്ടുള്ള സമ്പത്ത് അത് ഹൈന്ദവർക്കും ക്രൈസ്തവർക്കും ഒരുപാട് വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുള്ള സമ്പത്ത് വഖഫ് ബൈ യൂസർ പ്രകാരം വഖഫ് ബോർഡിന്റേതാണ്.